നാട്ടിൻപുറത്തെ ചായക്കട എന്നത് നമ്മൾ മലയാളികൾക്ക് കഴിഞ്ഞുപോയ കാലത്തിന്റെ വികാര തീവ്രമായ സ്മരണകളാണ് നൽകുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ചായക്കടയിലെ ഒരു ദിവസം, അവിടുത്തെ സംസാര വിശേഷങ്ങൾ, ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ അവലോകനം, ഇതെല്ലാം ഒരുപക്ഷെ മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത വിധം രസമേറിയതാണ്. ഇതാ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ചായക്കട അവതരിക്കുകയാണ്. കലാസ്നേഹികളെ, അഗസ്റ്റ പീപ്പിൾസ് ആർട്സ് ക്ലബ് APSC അഭിമാന പുരസ്കാരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഏമാ കഫേ. നല്ല രീതിയിൽ ഒരു കച്ചവടം കിട്ടിയാൽ മതിയായിരുന്നേ ഭഗവാനെ. ഈച്ച അടിച്ചുപിടിക്കുന്നതിന് മടത്തിലുണ്ട് ഭഗവാനെ. ഇത് പിള്ളേച്ചൻ മുതലാളി, ഏമ കഫേയുടെ ഓണർ. പല തൊഴിലും ചെയ്ത് രക്ഷപ്പെടാതെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് തുടങ്ങിയതാണ് ഈ ചായക്കട. മണി 6 ആയാലും ഇവനെന്താ ഇതുവരെ എഴുതേക്കാത്ത? കഷ്ടമുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകി തേച്ച് വെച്ച് വളരെ താമസിച്ചാണ് കിടന്നിരിക്കുന്നത്. ഇവിടെ ഷാജി, ഇവിടെ മണി 6 ആയ കടയിൽ ആളുകൾ എഴുന്നേക്കാൻ. ഇവിടെ ഷാജി, അയ്യോ ഇത് കുപ്പൽ പിടിച്ച് പോന്ന ഷാജി പിള്ളേച്ചന് ഒരേ ഒരു സപ്ലയർ. കണ്ണു തെറ്റിയാൽ എന്തും കട്ടു തിന്നുന്ന ഒരേ ഒരു സപ്ലയർ, ഒരു തീറ്റക്കാരൻ സപ്ലയർ. എപ്പം നോക്കിയാലും നിനക്ക് തീറ്റി തന്നെ തീറ്റി. ഏത് നേരം എന്തെങ്കിലും കാണുമല്ലോ കഴിക്കാനായിട്ട്. മുതലാളി, ഞാൻ ചേർന്നോടെ പറയാം, എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ആഹാരം, പലഹാരം, മധുരം കൃത്യസമയത്തിന് കിട്ടണം. ആഹാരമൊക്കെ കഴിക്കുന്നതിന് പരിധി. ഏത് നേരം കഴിച്ചോണ്ടിരുന്നാൽ എങ്ങനെ? ഇതെന്താ ചോറൊക്കെ ഇരിക്കുന്നത്? അയ്യോ, ഇത് കാലത്തെ പഴങ്ങഞ്ഞി കഴിച്ചാ. അല്ലെങ്കിൽ രജിസ്റ്റർ കിട്ടില്ലേ മുതലാളി? നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. മുതലാളി തല്ലരുത്, തല്ലരുത്. ഭഗവാനെ മുമ്പിൽ വെക്കാൻ വേണ്ടി കുളിച്ച് വൃത്തിയായി ഒരു ഗ്ലാസ് ചായ. അയ്യേ, ഭഗവാൻ ആരെങ്കിലും ചായ വെക്കും മുതലാളി? വെല്ലം പായസം എന്തെങ്കിലും ഉണ്ടാക്കി വരാൻ. പായസത്തിന്റെ പരിപാടി നീയും കട വന്നപ്പോഴേ ഞാൻ എത്തിയത് കേട്ടല്ലോ. ഇനി പായസത്തിന്റെ പേര് പറഞ്ഞത് ഒരു പെട്ടെന്ന് പോയി ഒരു ചായ എടുത്തിട്ടോ. അതെ, മറക്കരുത്, വിത്തൗട്ട് വേണം. വിത്തൗട്ടോ? എടാ, പറഞ്ഞ ജോലി ചെയ്ത് നീ ആദ്യം പോയി ചായ എടുത്തിട്ടോ. അല്ലേ, ഭഗവാൻ ഷുഗർ രസമുണ്ട്. പോയി ചായ എടുത്തിട്ട് പാടാ ചെല്ലേ. ഒരു ജോലി പറയാൻ ചെയ്തിട്ടുണ്ടല്ലോ മുതലാളി. ഒരു സെക്ഷൻ കുടിക്കണം. നിന്നോടെല്ലാം വിളിച്ചിട്ട് വരാം. എന്തൊരു കഷ്ടമാണോ നോക്കി. പിന്നെ ഞാനാണ് കഴിഞ്ഞിട്ടോ. ശുക്രനാണേ, ശുക്രൻ. നിങ്ങൾ കേൾക്കണം, പണ്ട് ഇതുപോലെ ഞാനൊരു സർബത്ത് കട തുടങ്ങി. ആദ്യ ദിവസം ആദ്യ രാവിലെ ഈ ഇരിക്കുന്ന ശുക്രൻ കടയിൽ കയറി വന്നു, സർബത്ത് കുടിച്ചു. ഇറങ്ങി അങ്ങോട്ട് പോയി പുറകെ പാണ്ടി കയറി വന്ന് കടയിൽ കൊണ്ടു. ശുക്രനാണെന്ന് പോലും ശുക്രൻ. എന്റെ ബാലേട്ട, ഇമാതിരി പരിപാടികളെല്ലാം ഇന്ന് നടന്ന നിങ്ങളെ ഞാൻ ഇരിക്കാതെ വാട്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ പഴയ കാലങ്ങളെ എണ്ണിപ്പറക്കാണ്ട് അതാണ് മറന്നോളാം. മറന്നു. സംഗതികളൊക്കെ സെറ്റപ്പ് ആയപ്പോ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയില്ലേ? അപ്പൊ സ്ഥിരമായ ഇംഗ്ലീഷ് പത്രമാണ് വായിക്കുന്നത്. ഇംഗ്ലീഷ് പത്രത്തിലെ എന്തെങ്കിലും ന്യൂസ് ഉള്ളൂ. എന്ത് ന്യൂസ്? അപ്പൊ തല തിരിച്ചു പിടിച്ചാണ് പേപ്പർ വായിക്കുന്നത്. പരീക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? പിള്ളേച്ചായിട്ട് പരീക്ഷിച്ചോ ഒരാളെ. ചായ റെഡിയായിട്ടോ. നീ പെട്ടെന്നുള്ള ചായ കൊടുക്കുന്നേ, വളരെ ചൂടാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തിനല്ലേ അങ്ങോട്ട് വെച്ചു. എന്റെ ദൈവമേ, എന്തെങ്കിലും കടയിൽ
കുളി എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം എന്നെ സംബന്ധിച്ചു. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വലിയ സംഭവം ചെയ്യുന്നതിന് മുന്നേ ദൈവത്തിനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പോകാൻ വിചാരിച്ചു. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. ഈ മുതലാളി ഒരു സംശയം. ഇതാദ്യം തന്നെ ഇവിടെ വേണം. അല്ല ചൂടാണെന്നെ മുന്നേ എടുത്ത് കുടിക്കരുത്. ഇവിടെ ഭഗവാൻ വെച്ചിരിക്കുന്ന ചായ വെറുതെ വിടാം. ഭഗവാൻ ഇത്ര നേരമൊന്നും വേണ്ട മുതലാളി ചായ ഒക്കെ കുടിക്കാൻ. മുതലാളി പിന്നെ വരെ ഒരു കാര്യം, നമ്മുടെ അലമാരിയിൽ ഇരിക്കുന്ന രണ്ടാമത്തെ തട്ടിലിരിക്കുന്ന സുഖിയനായിക്കോട്ടെ. രണ്ടാമത്തെ തട്ടിലിരിക്കുന്ന സുഖിയനെ വെച്ച് നീ വെട്ടിപ്പോകും. അയ്യോ അത് 3 ദിവസം പഴക്കമുള്ളതാണ്. എടാ നീ 5ാമത്തെ തട്ടിലിരിക്കുന്ന ഉരുളോടാ. അത് 5 ദിവസം പഴക്കമുള്ള. അയ്യോ അത് വരെ പിള്ളേച്ച പറ്റി കാശുണ്ടാവും. അയ്യോ അത് ഞാൻ കഴിച്ച്. അതും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വിഷമം ഞാൻ കഴിച്ച്. എന്റെ ദൈവമേ, ഇതെവിടുന്ന് കിട്ടിയപ്പോ ഇങ്ങനെ തന്നെ. ആ ബാലേട്ടൻ എന്താ വേണം? കുറെ നേരം വന്നിരിക്കണം. ഇതെന്താ വേണ്ടെന്ന് വിട്ടേ? ബാലേട്ടൻ എവിടുന്ന്? ഒരു ചായ, മറിക്കാത്ത ചായ. ഒരു അടിക്കാത്ത വിത്തോ വിട്ടോ? വിത്ത് മറിക്കാത്ത ചായ. ഒരു വിത്ത് അടിക്കാത്ത ചായ. മറിക്കാത്ത ചായ പോയി കൊണ്ടുപോവാ. അത് തന്നെ രണ്ടും ഒരു സംഭവം തന്നെ. ഞാൻ ഇപ്പം കൊണ്ടുവരാം. വിളിച്ചോ? എവിടെ നിന്ന് കിട്ടി ഈ കരടീനെ? കരടിയൊന്നും അല്ല എന്റെ ബാലേട്ട, ഒരു പാവത്താല. ഇവിടെ കടയിൽ പണിക്കാരില്ലായിരുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു വിട്ടത് എന്തെങ്കിലും ജോലി ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് അവിടെ ഇരുന്നോളൂ. അത് പറഞ്ഞപ്പോഴാ ഞാനൊന്ന് നോക്കട്ടെ. പിള്ളച്ചനെ എന്തുകൊണ്ടാണ് ഈ പിന്നിൽ പോയി നോക്കണത്? ആ കാലമാടയിൽ കൊണ്ട് പോയില്ലേ, ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ മുഴുവനെടുത്ത് അവത്ത് പഠിക്കുന്ന ഫുഡ് ഒരു രക്ഷയില്ലാത്തതാണ്. കരടി തന്നെ കരടി. എന്താ ഒരു വിത്ത് അടിക്കാത്ത ചായ കുടിച്ചോ? എന്തുകൊണ്ട് പോകട്ടെ? ഇതിനകത്ത് മധുരമില്ലല്ലോ. ഇവിടെ അങ്ങേര് പറഞ്ഞതാണ് അങ്ങനത്തെ വിത്ത് ചായ വേണമെന്ന്. ഈ മധുരയിലാണ് ഞാൻ തോന്നുന്നത്. അയ്യോ മുതലാളി, അങ്ങനെ വിടാൻ വഴിയില്ല. മുതലാളിക്ക് അറിയാമല്ലേ, മധുരം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ചിലപ്പോൾ ഒരു സംശയം ഉണ്ട് കേട്ടോ. പഞ്ചാര നേരെ വായിലോട്ടായിരിക്കും കിട്ടുന്നത്, ചായക്കത്തിട്ട് കാണുന്നത്. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. ശരിയാ മുതലാളി, കലങ്ങിട്ടില്ലായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ, കുടിച്ചോ. നീ കഴിയിട്ടവർക്ക് ചായ എനിക്ക് ഈ ചായ വേണ്ട, ഒട്ടും വേണ്ട. അയ്യോ വേണ്ടേ? വേണ്ട. ഉറപ്പാണോ? ഉറപ്പാണ്. പിള്ളച്ചൊക്കെ കണ്ട് എന്റെ ബാലേട്ട, നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു? അവരത് നോക്കിയിരിക്കുകയായിരുന്നു കുടിക്കാൻ. കണ്ടല്ലേ ഇപ്പൊ? ഒരു കാര്യം, ചായ കുടിക്കണ്ട, കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഓർഡർ കൊടുക്കും. നോക്കട്ടെ ഈ മെനുവിൽ എന്തുണ്ട്. വിലയത്തൊന്നുമില്ല. പുട്ടുണ്ടല്ലോ. പുട്ടുണ്ട്. പുട്ടില്ല. പുട്ടുണ്ട്. പുട്ടില്ല. പുട്ടുണ്ടെന്നാ. പുട്ടില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. എടാ ഇന്ന് രാവിലെ ഞാൻ 7 കുട്ടി പുട്ടോടെ ഉണ്ടാക്കി വെച്ച് നടക്കാൻ. മുതലാളി എല്ലാവർക്കും എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരാളെ കഴിക്കണ്ടേ? ഇവിടെ വരുന്നവർക്ക് കഴിക്കാനായിട്ട് ഇതിൽ കൊടുക്കണം. നീ മാത്രം എല്ലാവരും എടുത്തിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് എന്റെ പുട്ടിന് വേണമല്ലേ? കൊണ്ടുപോവാ അല്ലേ? വളരെ ശ്രദ്ധിച്ചാൽ അവന്റെ ഭാവം ഉണ്ടായിരുന്നു. സൂക്ഷിക്കണമെന്ന്. എന്നാ നിങ്ങളെ പുട്ട് കഴി കഴിയില്ലേ? എവിടെ കന്നാലി പോട്ടാ. കളിയൊക്കെ എങ്ങനെ പോകുന്നു? സെഞ്ചുറി അടിക്കണേന്ന്. എവിടെ കന്നാലി? ഇതിനകത്ത് തേങ്ങയൊന്നും കാണാനില്ല. അത് ഞാൻ കഴിച്ചു. ഇവിടെ പുട്ടിനകത്തുള്ള തേങ്ങ നീ കഴിച്ചോ? എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ കഴിച്ചു. വേറെ പുട്ടുണ്ടല്ലോ, കഴിക്കും. ദൈവമേ, വിളിച്ചോ? ഇതിനകത്ത് വലിയൊരു മുടി. പിന്നെ ഇപ്പൊ 2 രൂപയുടെ പുട്ടിന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മൈക്കിൽ കുത്തി തരാം. കഴിച്ചു. എന്താ പിള്ളച്ചത്? എന്താ പാടായത്? ഒന്നുമില്ല, ഞാൻ ശരിക്കും ഞാൻ എനിക്കറിയാം കേട്ടോ. മുളക് പച്ചമുളക് കഴിക്കും, സൂക്ഷിക്കണം. നിന്നോടല്ലേ പറഞ്ഞു എനിക്കറിയാന്ന്. ശരിക്കോട്ടെ. നീ ഇത് തുടങ്ങിയിട്ട് കുറെ നേരമായിട്ടോ. നീ എന്നെ കൊണ്ട് ഉടപ്പിക്കാണ്. എനിക്ക് ദേഷ്യം. ഞാൻ ഉടക്കാണ്ടല്ലോ. അയ്യോ എന്റെ പത്രത്തിലാണ് ദേഷ്യപ്പെടുന്ന സുഹൃത്ത്. ഞാൻ ഉടഞ്ഞു നോക്കിയാ വേറെ ഒന്നുമില്ല. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പേറ്റത്? നീ വന്നേ. ഒന്നുമില്ല മുതലേ, നീ വന്നേടാ. തലേന്ന് മുതൽ ആടായി കേട്ടോ. ഒന്നുമില്ല. ആൾക്കാർ ആഹാരം കഴിക്കുന്നു. നീ എന്തിനാ അവരുടെ
ശ്രദ്ധിക്കണമെന്ന്. ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കട വരുന്നവരെ ശ്രദ്ധിക്കാൻ, അല്ലാതെ കഴിക്കുന്നവരെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അയ്യോ, അത് പിന്നെ തെളിച്ച് പറയണ്ട മുതലാളി, എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് വയ്യ. പറഞ്ഞു നിർത്തിയില്ലേ, അവിടെ ഒരാൾ ആഹാരം കഴിച്ചോണ്ടിരിക്കും, അവിടെ നട്ടുവരെ തുറന്നോണ്ടിരിക്കാനേ. അയ്യോ മുതലാളി, ഇന്നലെ രാത്രി ഒരു ജലേബി മടി വെച്ചോണ്ട് കിടന്ന് ഉറങ്ങിയത്. എനിക്ക് രാവിലെ എണീച്ചപ്പോ ഉറുമ്പ് കടിച്ച് എനിക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ മുതലാളി. വേറെ ഒന്നുമില്ല. എന്തോ തലറ് ഒന്നുമില്ല. ബീഡി തീപ്പട്ടിയാ. ഈ ചിക്കന്റെ കാണാനാണ് അതിന്റെ ബീഡി തീപ്പട്ടി. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇതിങ്ങനെ ഇവിടെ വന്ന് നീ എന്നോട് ചോദിക്കും മുതലാളി. ഒരു പക്ഷേ രാത്രി ഉണ്ടല്ലോ, കോഴി കയറി കിടന്ന് ഉറങ്ങാൻ നോക്കിയത്. എവിടെയാണ് അന്വേഷിക്കുന്നു? കടയിൽ വന്ന് കഴിച്ചിട്ട് കട കുട്ടിച്ചോടാ ഈ സോമനിയാക്കാവുന്ന കളി. അല്ല, നമ്മളിന്ന് രാവിലെ കണ്ടതിലേ ഉള്ളായിരുന്നു. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ആരെയാ തിരക്കി ഇറങ്ങിയത് രാവിലെ? മറ്റാരാ പിള്ളേച്ച തന്നെ ആ കരടി ഉണ്ടല്ലോ ഭാഷണം. ഞാൻ തിരക്കി ഇറങ്ങിയതാ. കുറെ നാളായി. എടാ ഷാജി, എന്താ പറയുന്നത്? ഷാജി, ആ നീ വന്ന നിന്നെ തിരക്കിയ സോമാണ്ണം വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ കൂടി വരണം മുതലാളി. പാടായിക്കോട്ടെ. സോമാണ് എപ്പോ ഇറങ്ങി ഇങ്ങോട്ട്? ഞാൻ രാവിലെ കടയിൽ വന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. കടിക്കാൻ എന്തെങ്കിലും എടുക്കണേ? ഇതെന്നെ ഏർപ്പാടാണ്. നിങ്ങളുടെ കടയിൽ നിങ്ങളുടെ ഏതൊരു സപ്ലയർ ഞാൻ എപ്പോഴും തലയിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു സപ്ലയർ ആയത് അവന്റെ വേദിട്ട് തരാൻ. അല്ല, അവൻ എന്ത് തെറ്റായി? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ ഒന്നും തിന്നാൻ കൊടുക്കണില്ല. അവിടെ വന്ന് കഴിച്ച് എന്റെ പൊറോട്ടയും ചതച്ച് കഴിച്ച് നിൽക്കുന്ന കാശ് തന്നിട്ടില്ല. അത് പോരാതെ കടയിൽ മെനുക്കാർഡ് എടുത്തിട്ട് ഓടി കളഞ്ഞിരിക്കുന്നു. ഞാനോ മുതലാളി? എന്താ പാടായത്? പറഞ്ഞതൊക്കെ ശരിയാണോ? മുതലാളി, ഒരു കയ്യബദ്ധം. ഇവിടെ അടുക്കളയിൽ ആഹാരം എല്ലാം ഞങ്ങൾക്ക് നിർത്താൻ. അപ്പൊ ഇവിടെ ഒന്നുമില്ലാഞ്ഞപ്പോ ഞാൻ സോമൻ മുന്നന്റെ കടയിൽ പോയി കുറച്ച് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കഴിച്ചു. ഇവിടെ കഴിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ നീ അയാളുടെ കടയിൽ പോയി കഴിച്ചത്? അയ്യോ മുതലാളി, ഒരു 500 രൂപ കൊടുത്ത് ഈ ശരീരത്തെ മുഴുവൻ മുതലാളി സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഇത് കൂടുതൽ നഷ്ടം വന്നേനെ. എന്റെ ശമ്പളത്തെ കുറിച്ചു. ആരുടെ ശമ്പളത്തിൽ? എന്റെ ശമ്പളത്തെ. ആരുടെ? എന്റെ ശമ്പളത്തെ. അപ്പൊ നിനക്ക് ഞാൻ ശമ്പളം തന്നോടനെ. അയ്യോ, അപ്പൊ അതില്ലേ നിന്നെ കൊണ്ട് ഞാൻ അങ്ങ് മടിച്ചിരിക്കുക. നിന്നെ കൊണ്ട് എനിക്കങ്ങ് വയ്യ. എന്താ ഇപ്പൊ ഞാൻ പോണ ഈ കഴിക്കാനൊക്കെ പോകുന്നേ. ഓ പിന്നെ നമ്മള് പൊറോട്ടയും ബീഫും കാണാതാണല്ലേ. നിനക്ക് ഈ ലോകത്ത് വേറെ ആരുടെയും കട കണ്ടില്ലായിരുന്നു പോയി കഴിക്കാൻ. ഈ സോമാനന്റെ കടത്തിന് പോയി കണ്ടിട്ടായിരുന്നു. മുതലാളി, ഞാനൊരു സംശയം ചോദിച്ചോളൂ. അതല്ലേ ഉള്ളത്, നിനക്ക് ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും വീടോ അടുത്തടുത്തുമാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ല. കടയെ അടുത്തടുത്ത് വാങ്ങണമാണോ? ഞാനും അത് തന്നെയാണ് ഇപ്പൊ കുറെ കാലമായിട്ട് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ശരിക്കാണ്. അടുക്കള വേറെ ഒരുപാട് ജോലി എടുക്കും. ജോലി ചെയ്യല്ലേ? ഞാൻ പോയി നോക്കട്ടെ എന്തോ പണിയൊന്നും ചെയ്യത്തില്ല. ഓ, നമ്മുടെ ബില്ല് ഒരു കുറ്റിപ്പുട്ട്, ഒരു കുറ്റിപ്പുട്ട് 78, ഒരു ചായ, ഒരു ചായ, വൈകുന്നേരത്തെ വേണ്ട ചായ പൈസ പോട്ടെ. പിന്നെ ഒരു പപ്പടം, ഒരു പപ്പടം 10, ഒരു കടലക്കറി. കടലക്കറി 7, 78, 88, 99 രൂപ പൈസ. വരുന്നല്ലോ. പിള്ളച്ചോ, ഓ, ഈ ബോണ്ടക്ക് നല്ല ചെലവാണല്ലേ. നല്ല ടേസ്റ്റ് ആണ്. പാലേട്ടാ, ടേസ്റ്റ് ഉണ്ടായിട്ടൊന്നല്ല. അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത്. ബോൾ കൊണ്ടുവരാൻ പിള്ളേർ മറന്നു വെക്കാൻ പറ്റും. ഇവിടെ വന്ന് ഈ പിള്ളേച്ചന്റെ ബോണ്ടേ പറ്റും. നമ്മുടെ ബോണ്ടയുടെ കാലം എന്ന് പറയുന്നത് വളരെ ഫേമസ്. പിള്ളേർ അതുകൊണ്ടാണ് ക്രിക്കറ്റ് കളി. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ബില്ലൊന്നുകൂടി നടന്നേ. ബില്ല് ഞാൻ എത്രയായിരുന്നു? 9 രൂപ കോഴ്സ്. 9 രൂപ 50 പൈസ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്റെ 10 രൂപ. ഇയാള് പിന്നെ രാവിലെ ഒന്ന് പറ്റിച്ചിട്ട് പോവാണല്ലോ.
കരച്ചു പോയി നഷ്ടമായി. അതൊക്കെ വിളിച്ചായ പ്രശ്നമൊക്കെ തീർന്നു. പ്രശ്നമെല്ലാം തീർന്നു. സമാധാനമായി. സമാധാനമായതേ. തെറ്റിദ്ധാരണ അറിയാം. പിന്നെ ചുരിദാർ അടിപൊളി. നീ കാച്ച് ഇങ്ങോട്ട്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം പുറത്തു പോകുന്നു, ഒരു മാറ്റിന് കാണുന്നു, ബീച്ചിൽ പോകുന്നു, മൊത്തം അടിച്ചു കുടിക്കുന്നു. എന്താ രണ്ടുപേരും ആരും അതില്ലാതെ അടിച്ചു കുടിക്കാന്ന് വിചാരിച്ചു. നടക്കട്ടെ നടക്കട്ടെ. ഏത് മൂവിക്കാ പോകുന്നേ? അത് വേണ്ട, മോഹൻലാലിന്റെ സിനിമ. ഒരു പ്രശ്നമുണ്ടായിരുന്നേ, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? കുതിരക്കുളമ്പുരിയുടെ സൗണ്ടാ. എന്താ മുരളി, എന്താ സൗണ്ട് വരുന്നത്? അയ്യോ അത് മുരളി ഒന്നുമില്ല, പൈപ്പ് തുറന്നോട്ടെ സൗണ്ടാ. പൈപ്പ് തുറന്നിട്ട് പപ്പട തുറന്നിട്ട് സൗണ്ടാണ്. നീ വന്നേ കടയിൽ വന്നു മുരളി. മനു, ഞാൻ ഫെലിക്സ്, ഇതിന്റെ ഭാര്യ. വളരെ സന്തോഷം പരിചയപ്പെട്ടത്. പക്ഷെ അത് എന്നോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞു, ഞാൻ എന്നോട് പേര് പറഞ്ഞു. അയ്യേ, ഞാൻ എന്റെ പേരല്ല പറഞ്ഞ മനു, ഭക്ഷണത്തിന്റെ മനു. അതെ മനു. കോഴിക്കോട്ടൊക്കെ മനു മിനുന്നായിരിക്കും അല്ലേ? കുഴപ്പമില്ല, പല നാട്ടിൽ പല ശൈലിയല്ലേ. എന്നാ നോക്കിയോ, ഞാൻ ഇതുവരെ മീനുവിന്റെ കാര്യം വിട്ടില്ല അല്ലേ? അത് വിട്ടിടാതെ ഈ ഫുഡ് ഓർഡർ ചെയ്യും. പിന്നെ അങ്ങനെ ആട്ടെ, വായിക്കും. കുറച്ച് നാളെ വിചാരിക്കുന്നത് മാലക്കരിയുണ്ടോ? അതെന്താ പരിപാടി? അതിനകത്തുണ്ടോ? സോറി തെറ്റിപ്പോയി. ഉണ്ടോ? അതുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അത് വേണ്ട, ഭയങ്കര ഗ്യാസാണ്. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണം, ഞാനെന്തും കേൾക്കുന്നല്ലേ. ആഹാ, അപ്പൊ ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡിഷ് പറയാം. ചൂടോടെ ഒരു ദോശാല മോശ എടുക്കും. അതെന്താ സാധനം? മസാല ദോശയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്. നിന്റെ അതേ സ്വഭാവം എല്ലാം തലതിരിച്ചതാണ്. എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. രണ്ട് ഫ്രൈഡ് റൈസ്. എന്റെ ഡെസ്ക് ഉടക്കുന്ന തുണി എവിടെ പോയി? എന്താ എവിടെ എന്റെ ഡെസ്ക്? ആദ്യം കാണുന്ന ഓർഡർ ചെയ്യാതെ വായിച്ചു നോക്കുന്ന ആൾക്കാർ ഒരുപാട് നല്ല സാധനങ്ങൾ ആഴ്ത്തി കിടക്കുന്നത്. ബട്ടർ ചിക്കൻ. അത് മതി. രണ്ട് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ട് പോലെ ഉണ്ട്. ബട്ടർ ചിക്കൻ അല്ലേ? ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം, റെഡിയാക്കി കൊണ്ടുവരാം. ബട്ടർ ചിക്കന്റെ പരിപാടി തുടങ്ങി. മലയാളി അധികം സമയം കൊടുക്കുന്നില്ല, ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടോ. നല്ല വിഷമമുണ്ടെങ്കിലേ റെഡിയാണ് ബട്ടർ ചിക്കൻ. ആയി ഓ ഇപ്പൊ വന്നു. ഇതാ വളരെ ചൂട് ഫ്രഷ് സാധനമാണ്. ഇതെന്തുവാണ് ഇത്? അത് നിങ്ങളെ ബട്ടർ ചിക്കൻ പിള്ളേച്ച എനിക്ക് വലിയ വിലയൊക്കെ ഉണ്ട്. എന്നെ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് കഴിക്കുന്ന ഒരു ഡിഷാണ്. ആണോ? മുതലാളി അത് തെളിച്ച് പറയണ്ടേ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. എടുത്തോണ്ട് പോരെ. നിങ്ങൾ വേറെ പെട്ടെന്ന് നോക്കിയേ. മുതലാളി എന്റെ ചട്ടവിടെ മുതലാളി അവരവിടെ ഏതാണ്ടൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഒരു പിടി കിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പല നാൾ പറഞ്ഞതാ, ആ സോമണ്ണന്റെ കടയിൽ കിടക്കുന്ന കടലാസൊന്നും ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി അനുഭവിച്ചു. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അല്ല നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്ത് ചിക്കൻ ചിക്കൻ ഒന്ന് തോന്നരുത് കേട്ടോ. കുറച്ച് താമസം. അതല്ല കുറച്ച് താമസം എടുക്കും. ഒരു 6 മാസം. 6 മാസം അതെ, ചിക്കൻ കൊണ്ടുവരണം, ജിഞ്ചർ കൊണ്ടുവരണം, പിന്നെ ഇതെല്ലാം വെച്ച് ഒരു 8 മാസം. എന്തോന്ന് കടയാൻ വിളിച്ചത്? നീ ആ ജിഞ്ചർ ചിക്കനൊക്കെ വിട്ടാ നല്ല ഒന്നാം തരം പൊറോട്ട ബീഫ്. പൊറോട്ട ബീഫ് മുതലാളി നിങ്ങൾ എല്ലാവർക്കും ഇത് എടുത്തു കൊടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഉച്ചക്കൊന്ന് കഴിക്കട്ടെ. നിനക്ക് മാത്രം കഴിച്ചാൽ മതിയോ? ഇവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കണ്ടേ? കൊടുക്കില്ല. എന്റെ ദൈവമേ. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു 1/2 കിലോ പൊടി വാങ്ങിച്ചോണ്ട് വന്ന്
വീട്ടിൽ വെച്ച് കുഴച്ച് പരത്തി ഉണ്ടാക്കി നിങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടെ കഴിക്കുക. ഇവിടെ വന്ന് ഈ പൊറോട്ടയും ബീഫും കഴിക്കേണ്ട ആവശ്യം എന്താ വേണമെങ്കിൽ ഓർഡർ ചെയ്തില്ല. എടാ ഞാൻ ഓർഡർ തന്നു തോന്നി സാധനം എടുത്തുള്ളൂ. അവർ പറഞ്ഞില്ലടാ പൊറോട്ടയും ബീഫും വേണം അവർക്ക്. നീ അത് എടുത്തിട്ട് കൊടുക്ക്. അതെന്നെ വേണമല്ലേ? ചെല്ലേ അതെങ്കിലും വായിക്കൊള്ളാൻ പറ്റുന്നതായ മതിയായിരുന്നു എന്റെ ദൈവമേ. ഓ നിങ്ങളുടെ പൊറോട്ട ബീഫ്. ഇവിടെ താൻ ഈ ഗ്ലാസ് ഒരു ഹോട്ടലായി ആദ്യം ഇന്നത്തെ ദിവസം നോക്കാം. എന്താണ് ഇത് മുതലാളി? ഇതൊരു കൊച്ചു പള്ളിയുടെ കാട്ടല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നല്ലേ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ഒരു കുഴപ്പമില്ല. നല്ല ക്ലീൻ ചെയ്ത് നല്ല കണ്ണട മതി. കുടിച്ചോ, വെള്ളം കുടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ചായ പ്ലേറ്റ് ഉണ്ടതേ നിറച്ചു പോടി. ചേച്ചി ഇപ്പൊ ശരിയാക്കി തരാം. മുതലാളിയെ നമ്മുടെ കന്തിപ്പൂച്ച അത്ര ഇല്ല കടകളിൽ കുറെ ദിവസം കൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഇത് എവിടെ സംഭവം കിട്ടുന്നത് കിടക്കുന്നത്? ചേട്ടാ ഒന്നും തോന്നരുത്. ഇന്നലത്തെ കാളുണ്ടല്ലോ കുറച്ച് കുറ്റ മൂക്കിക്കാരിട്ടതാ. എന്തുകൊണ്ടോ പറയുന്നത് വേണ്ട, കാറ്റ കാശ് വേണ്ട. എന്റെ ദൈവം, എന്തൊരു ഹോട്ടലായിരുന്നു. ഒരു കാര്യം ബിരിയാണി അത് മതി, നമുക്ക് പറ്റില്ല. ഈ ഒരു വൃത്തിയില്ലാത്ത കൂട്ടന് അപ്പൊ അങ്ങനെ മുതലാളി അവർക്ക് ആഗ്രഹം വേണ്ട. അവർക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് സന്തോഷം കണ്ട. ഇനി അതും എടുത്ത് കാണുന്നു. ഓ എന്താ അവർക്ക് ബില്ല് വേണം. രണ്ട് പൊറോട്ട, 2 ബീഫ്. 2 പൊറോട്ട 2 ബീഫ് 230. നല്ല പായസങ്ങളുടെ ടീമാണ്. ഒരു 20 രൂപയ്ക്ക് മേടിച്ചു. ഓക്കെ എന്താ സാറേ ഇതെന്തു പണിക്കും? അത് ചീരം തോന്നുപോയി, അതുകൊണ്ട് കടി കിട്ടും. ജീരൻ കടുകിൽ അടിച്ചു. ഓ നല്ല ടീം. 230. പിന്നെ മുതലാളി ഒരു 20 സാറി പറഞ്ഞു. ഏത് ടിപ്പ് 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 ടിപ്പോ? ആർക്കും? എനിക്ക് ഞാനെന്റെ ജീവിതത്തിൽ ഒരു മാനുഷ്യം കൊടുത്തിട്ടില്ല. ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ നിന്നെ പോലത്തെ ഒരു അറവലാనికి തരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ടിപ്പില്ലല്ലേ? ഇല്ല. ഉറപ്പാണല്ലേ? ഉറപ്പാണ് ചേട്ടാ. പക്ഷെ നിങ്ങളുടെ കൂടെ അന്ന് വന്ന ചേച്ചി ഉണ്ടല്ലേ? ഏത് ചേച്ചി? ആ മറ്റേ ചേച്ചി. എപ്പോ? ആ മറ്റേ ചേച്ചി 50 രൂപ ടിപ്പ് തന്നു. 50 ചേച്ചി. മറ്റേ ചേച്ചി വിശ്വസിക്കരുത്. ഒരു കിളി പറഞ്ഞു പോയ മതി. അത് നിന്റെ തലയിൽ തറങ്ങി പോയത്. കുഴപ്പമില്ല, എല്ലാ നാടകത്തിലും എനിക്ക് ഒരെണ്ണം കിട്ടുന്ന കാശ് 210 രൂപ. അത് എന്റെ ടിപ്പ് ഞാൻ ഇട്ടു. ചോദിച്ചു വാങ്ങാൻ സാറേ കാശ് തന്നിട്ട് പോ സാറേ. ദുബായിൽ നിന്ന് വന്നിട്ട് പോലും ഒരു ബഹുമാനമില്ല. ബ്ലേഡിംഗ് കൺട്രി ഫർലൂസ്. കണ്ട് നല്ല പരിചയമുള്ള പിള്ളേച്ച മറന്ന് ഒന്ന് ഓർത്ത് നോക്ക്. പിള്ളേച്ച അല്ല എവിടെയോ കണ്ട് നല്ല ഓർമ്മ വരുന്നുണ്ട്. പിള്ളേച്ച അത് ഓർത്ത് നോക്ക്. ശിവൻ, തമ്പാന ശിവൻ, കൊച്ചി കള്ള പണ്ട് ഇവിടുന്ന് 250. നാറ്റിക്കാണ് പിള്ളേച്ച. അതൊക്കെ വിട്, അതൊക്കെ പഴയ കേസല്ലേ. ആ വീട്ടപ്പോലെ കേസ് വിട്. പിള്ളേച്ച മറന്നില്ലല്ലേ ഇതുവരെ? ഇല്ല. ഈ തമ്പാനൂർ ശിവനെ ദുബായിലൊക്കെ പോയി രക്ഷപ്പെട്ട് വന്നിരിക്കുക. ഞാന് ദുബായിൽ പോയിട്ട് ലാൻഡ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നത്. ഇവിടെ പിള്ളേച്ചന്റെ തട്ടുകടയിലാണല്ലോ 10 ആൾ കൂടുന്ന സ്ഥലം. സത്യം പിള്ളേച്ച എല്ലായിടത്തും പറയണം, ഈ തമ്പാനൂർ ശിവൻ ദുബായിൽ പോയി പച്ച പരിഷ്കാരിയായി തിരിച്ചെത്തിയവര്. ഞാൻ ഏറ്റ് എന്നെ ഒന്ന് ഫേമസ് ആക്കി തരണം. പിന്നെ ഫേമസ് ആക്കും ഞാൻ. പിന്നെ അതൊക്കെ പോട്ടെ. ഇത് വായി വന്നിട്ട് പിള്ളേച്ചെന്ന് കൊണ്ടുവന്നു. പിള്ളേച്ചന് ഞാൻ കൊണ്ടുവരാതിരിക്കോ? പിള്ളേച്ച ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്.
മ്യൂസിക്കൊക്കെ ഉണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കാണാനില്ല. ശനി ഞായർ വരും. ആര് വരും? ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെന്റുകാരല്ല പിള്ളേച്ച, ഇൻസ്ട്രുമെന്റ്സ്. പിള്ളേച്ച പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. നമ്മള് പഴയ 3ാം ക്ലാസ് കുസ്തിയാണ്, നമ്മളെ വിട്ടുപിടി. Oh my God, this Kerala is too much, 3 much, 4 much. എനിക്കിവിടെ ശരിയാകത്തില്ല. നോ നോ നോ. പിള്ളേച്ച ഒക്കെ പോട്ടെ. പിള്ളേച്ചനെ ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ തരാം. അതല്ല ഇത്ര നേരം ഞാൻ ചോദിച്ചത്. എനിക്കറിയാം നീ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണും. എല്ലാരും പറഞ്ഞ് എന്നെ ഫേമസ് ആക്കി തരണം. ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഫേമസ് ആക്കും. ഇതെന്താണ് സംഭവം? ഇതാണ് റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ? ഇവിടെ വരുന്നവർക്കൊക്കെ അടിപൊളി പാട്ടൊക്കെ കേട്ടിരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇതിനകത്ത് പാട്ട് കേൾക്കാം. വന്ന് കഴിക്കുന്നവർക്ക് പാട്ട് കേൾക്കാം. പോട്ട് പിള്ളേച്ചോ ഒരു വിശപ്പുണ്ട്, കഴിക്കാൻ പറ്റുണ്ടോ? കഴിക്കാൻ ഇപ്പം പൊറോട്ട, ബീഫുണ്ട്, മട്ടർ റോസ്റ്റ് ഉണ്ട്, അപ്പം കടലുണ്ട്. ഇതാണ്. പിന്നെ ബാത്റൂം അത് നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റ് വന്നില്ലേ, നമ്മുടെ സോമാന്റെ കടക്കാരത്തെ പ്രധാന ചെയ്യാൻ പിള്ളേച്ച കള്ളം പറയാൻ പിള്ളേച്ച ഞാൻ ഇനി കടം വെക്കത്തില്ല. പിള്ളേച്ച 350 കേസ് വിട്, അത് പോട്ടെ. അല്ല അവിടെ ആളുണ്ടല്ലോ, അത് അനക്ക് കാണുമല്ലോ. അവർ അവിടെ നിന്നാണ് പ്രധാന ചെണ്ട് ബാത്റൂമിൽ നിന്ന് പ്രധാന അടിക്കുന്നത്. നിങ്ങളിൽ എന്തോ മനുഷ്യ പറയുന്നത്? Oh my God, this Kerala is too much, 3 much, 4 much. എനിക്ക് ഇവിടെ ശരിയാകത്തില്ല. എന്തോ ഇത് ഞാൻ ദുബായില് ലക്ഷങ്ങൾ മുടക്കിയ ഫുഡ് കഴിക്കുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചോണ്ടിരുന്നത്. ഇവിടെ ഇപ്പം പിള്ളേച്ചൊക്കെ വന്നിട്ട് കണ്ടുകടയിലേ ഉള്ളൂ. എനിക്ക് കോസ്റ്റ്ലി ആയിട്ട് കഴിക്കാറുണ്ട്. കോസ്റ്റ്ലി ആയിട്ട് നീ അങ്ങോട്ട് നോക്കേ. പൊറോട്ടയ്ക്ക് മാവ് ഒഴിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. അതെത്രയോ കറുത്ത തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയല്ലേ? നീ എന്താ വേണം കറുത്ത തുണിയിട്ട്? കറുത്ത തുണിയൊന്നും അല്ലടാ. നീ അങ്ങോട്ട് മാറ്. ഈച്ച കയറി കൂടിയിരുന്നല്ലേ അപ്പൊ പെറപ്പെട്ട മാവടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നല്ലാതെ അതിന് ഈ എനിക്ക് ഇവിടെ ശരിയാകത്തില്ല, ഇത് കത്തില്ല. വേണ്ട. പിന്നെ ഏതായാലും ഇപ്പോൾ വന്നില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കോസ്റ്റ്ലി ആയിട്ട് കഴിക്കാനൊന്നുണ്ട്. ഇനിയിപ്പൊ ഇനി അവനോട് ചോദിക്കേണ്ടി വരും. ഷാജി കോസ്റ്റ്ലി ആയിട്ടെന്നുണ്ടേ നീங்க വന്നേ. നീ വാടക വിളിച്ച പൊറോട്ട റെഡിയാണ്. പൊറോട്ട റെഡിയാണോ? എടാ വാ പറഞ്ഞ പറ പൊറോട്ട റെഡിയാണോ? ചെറുതൊക്കെ തുപ്പി നാലിച്ചല്ല. അപ്പൊ തമ്പാനശ്വരൻ പൊറോട്ട ബീഫ് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും. ചെല്ലേ ഈ ദുബായിൽ പോകുന്ന അങ്ങനെ 2 കോസ്റ്റ്ലി പൊറോട്ടകളും 2 കോസ്റ്റ്ലി ചാറുകളും കൊണ്ടോ പെട്ടെന്നാവട്ടെ. വിളിച്ചോ വേറെ വിഷയം എന്തുണ്ട്? എന്ത് പറയാനാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. മനസ്സിലായി നമ്മളെ പഴയ നാടകക്കാരെ നാടകക്കാരൻ പ്രായിച്ച് എവിടെ കാണാനില്ലല്ലോ. സീസൺ ഇന്നലെ എവിടെ ഇവിടെ നാളെ എവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? സെക്കൻഡ് കണ്ണൂര് ഓടിയെത്തുമോ എന്തോ. തിരുവനന്തപുരത്ത് എന്തായാലും ഓടിയത്, കണ്ണൂർ എത്തിയിട്ട് ഓടേണ്ടി വരും. ഓടിയെത്തുമോ എന്തോ എന്ന് നാടകത്തിന്റെ പേരാണ്. അതറിയില്ല. ഒരു ചായ ഒരു ചായ പോകണേ. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ചേച്ചിയുടെ താലിമാല കട്ടുകിടന്ന ചവൻ. അതൊക്കെ പറഞ്ഞത് നാട്ടിക്കാർ, അതൊക്കെ പഴയ സമ്പ്രദായം വിട്ടിപ്പോ അതൊക്കെ ഇല്ല. സത്യം. ശരി ഇപ്പൊ എവിടെയാ? ഇപ്പൊ അങ്ങ് ദുബായില. എവിടെ? ദുബായ്. അറബി നാട്ടിൽ തുടങ്ങിയ അത് നിർത്തി. ആ പരിപാടിയേ ഇല്ല. ഇപ്പൊ നമ്മൾ നല്ല പരിഷ്കാരിയായി തിരിച്ചു വന്നിരിക്കുക. ചായ ചായ പറഞ്ഞല്ലോ. ചായ പെട്ടെന്ന് കൊണ്ടുപോണേ. ഇപ്പൊ വെള്ളം മാറാളി വേഗം ബ്രൈറ്റ്
സാധനങ്ങൾ ഇന്നൊരാൾ കിട്ടിയതാണ്. അതൊന്നും വേണ്ടോ? എല്ലാ ചായ എല്ലാ പറഞ്ഞൊന്ന് ഫേമസ് ആയി തരണം. ഈ ഇരിക്കുന്ന തമ്പാനൂർ ശിവൻ ഇന്ന് ദുബായിൽ വന്നപ്പോൾ പിള്ളേർക്ക് സ്പെഷ്യൽ ആയി കൊണ്ടുവന്നാണ് ഈ റേഡിയോ. ഈ ഇരിക്കുന്ന തമ്പാനൂർ ശിവൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ചായ എടാ, ഈ റേഡിയോ എനിക്ക് കിട്ടിയിട്ട് ആദ്യം വരുന്ന കസ്റ്റമർ നീ കാര്യമില്ല. ഇതിലെ പാട്ട് കേട്ട് പോയാ ചായ 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 എന്റെ ചായ ഞാൻ ഓർഡർ പറഞ്ഞില്ലേ. ഇനി അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് മാതിരിക്കൊക്കെ പോയാ അങ്ങനെയല്ലേ? ഇതെങ്ങനെ എന്റെ പരിപാടി തിരിച്ചാ മതിയോ? നമസ്കാരം. ആരോഗ്യരംഗം അവതരിപ്പിക്കുന്നത് നെടുമ്പാശ്ശേരി ലഘു. ഈ ആഴ്ച ഞങ്ങൾ പറയാൻ പോകുന്നത് ഭക്ഷണപാനീയങ്ങളെ കുറിച്ചാണ്. ചായ കേരളീയരുടെ പ്രധാന പാനീയമാണ് ചായ. എന്നാൽ ചായയുടെ ദോഷവശങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടേ? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന തേയില എന്ന രാസവസ്തു ക്യാൻസർ ഉണ്ടാക്കാൻ പ്രധാന ഹേതുവാണ്. എന്നാൽ നമുക്ക് ഈ ചായ ഉപേക്ഷിച്ചുകൂടെ? ചായ വേണ്ട. ചായ വേണ്ട വേണ്ട. പൊറോട്ട ചായ ക്യാൻസർ പൊറോട്ട ബീഫ് പോരട്ടെ. പൊറോട്ട ബീഫ് ഇല്ല, തീർന്നു. ഇവനെ കൊണ്ട് ഇവിടെ പൊറോട്ട ബീഫ് എടുത്തോളിക്കുക. പൊറോട്ടയും ഇറച്ചി ഈ ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇറച്ചി നമുക്ക് കൊളസ്ട്രോൾ എന്ന രോഗമുണ്ടാക്കും. പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്ന മൈദ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ തകർക്കുന്നു. എന്താ നിങ്ങൾക്കൊരു കൊളസ്ട്രോൾ രോഗിയാകണോ? എനിക്ക് ഇന്ന് പൊറോട്ട ഇറച്ചി കഴിക്കാൻ തീരെ താല്പര്യം തോന്നില്ല. വെറുതെ വിചാരിക്കുന്നത് മുതലേ ഊണ് ഇതുവരെ കഴിയില്ല. ഞാനങ്ങോട്ട് വന്നാണ്ടല്ല അല്ലേ അവിടെ വെച്ച് ഇതിന്റെ ആവശ്യം ശരിയാണ്. നല്ല രസം. കേരളീയരുടെ തീന്മേശയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമാണ് ഊണ് അഥവാ ചോറ്. ഈ ചോറിലുമുണ്ട് ദൂഷ്യവശങ്ങൾ. ചോറിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് എന്ന രാസപദാർത്ഥം ശരീരത്തിൽ ഷുഗർ അഥവാ പ്രമേഹം ഉണ്ടാക്കും. എന്താ നിങ്ങൾക്കൊരു പ്രമേഹ രോഗിയാവാൻ താല്പര്യമുണ്ടോ? എനിക്ക് ചോറ് വേണ്ട. എന്തോ ഊണൊക്കെ ക്യാൻസൽ ചെയ്തേ. മസാല ദോശ പോട്ടെ. മുതലാളി മാവില്ല. ഞാൻ ഇങ്ങോട്ട് വന്നാൽ മാവ് വരുമോ? കിട്ടുമോ? മസാല ദോശ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? മസാല ദോശയിൽ അടങ്ങിയിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്യാസ് ട്രബിളിന് അതുകൊണ്ട് നിത്യജീവിതത്തിൽ നിന്ന് ഈ മസാല ദോശ ഒഴിവാക്കിക്കൂടെ? മഴക്കാലമാണ്. വയറിളക്കവും മഞ്ഞപ്പിത്തവും പിടിക്കുന്ന സമയം. ശ്രദ്ധിക്കണം, നിങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. അല്ലാതെ വൃത്തിഹീനമായ ഹോട്ടലുകളിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം പോലും കുടിക്കരുത്.
ഇനി തൊഴിൽ വീതി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് CMR വഴി ഹോട്ടൽ തുടങ്ങാൻ